പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുമെന്ന് ലോകം പ്രത്യാശിക്കുന്ന നിമിഷങ്ങൾ അങ്ങേയറ്റം ദയനീയമായി അസ്തമിക്കുകയാണ്. വെടിനിർത്തൽ കരാറിന് അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ലോകം ശ്വാസമടക്കി പിടിച്ച് നോക്കി നിൽക്കുന്നത് ഇറാൻ അമേരിക്ക പോരാട്ടത്തിന്റെ അതീവ നിർണായകമായ അടുത്ത ഘട്ടത്തിലേക്കാണ്. ഈ നിമിഷം വരെ ഇറാൻ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഒന്ന് മാത്രമാണ്: അമേരിക്കയ്ക്ക് മുന്നിൽ കീഴടങ്ങൽ പ്രതീക്ഷിക്കേ വേണ്ട. സമാധാന ചർച്ചകളിൽ നിന്നും ഇറാൻ പൂർണ്ണമായും പിന്മാറി കഴിയുകയും ചെയ്തു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണികൾക്കും ഉപരോധങ്ങൾക്കും മുന്നിൽ മുട്ടുമടക്കാൻ ഞങ്ങൾ തയ്യാറല്ലെന്ന് ഇറാൻ സ്പീക്കർ മുഹമ്മദ് ബാഗർ കാലിബാഫ് വ്യക്തമാക്കിയിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ രാഷ്ട്രീയ സമവാക്യങ്ങളെ പാടെ മാറ്റിമറിച്ചിരിക്കുക കൂടിയാണ്. ഇറാനെ തങ്ങളുടെ പരിധിയിൽ നിർത്താമെന്നുള്ള അമേരിക്കയുടെ വ്യാമോഹങ്ങൾ ഇറാന്റെ ഇച്ഛാശക്തിക്കും ഉറച്ച നിലപാടിന് മുന്നിൽ തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഇനിയുള്ള ഓരോ നിമിഷവും അതീവ നിർണായകമാണ്. കാരണം അമേരിക്ക ഇറാന് നേരെ ഏറ്റവും കടുത്ത ആക്രമണത്തിൽ നിന്നും ഒന്ന് നടത്താനുള്ള സാധ്യതയുണ്ട്. അതായത് ഏറ്റവും കടുത്ത ആക്രമണങ്ങൾ തന്നെ നടത്താൻ സാധ്യതയുണ്ട്. അതൊരു പക്ഷേ ചെറിയ തോതിലുള്ള ആണവായുധ പ്രയോഗം പോലും ആയേക്കാമെന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധർ പോലും സൂചിപ്പിക്കുന്നത്. കാരണം ഇറാനെതിരെ അറ്റകൈ പ്രയോഗം നടത്താതെ ഇനി അമേരിക്കയ്ക്ക് മുന്നിൽ വേറെ വഴികളൊന്നുമില്ല. ഈ തർക്കങ്ങളുടെ എല്ലാം കേന്ദ്രബിന്ദു ഹോർമുസ് കടലിടുക്കാണ്. സമാധാന ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ ഹോർമുസിൽ ഇറാനിയൻ കപ്പലുകൾ പിടിച്ചെടുത്ത അമേരിക്കൻ നടപടി ഇറാന്റെ കടുത്ത പ്രകോപനത്തിന് കാരണമായിട്ടുമുണ്ട്. വെടിനിർത്തൽ ധാരണകൾ നിലനിൽക്കെ തന്നെ അമേരിക്ക കാട്ടിയത് ശുദ്ധമായ ചതിയാണെന്ന് ഇറാൻ ആരോപിക്കുക കൂടിയാണ്. നാവിക ഉപരോധം പിൻവലിക്കാതെ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തങ്ങൾ തയ്യാറല്ല എന്ന് ഇറാൻ നിലപാട് കടുപ്പിച്ചിട്ടുമുണ്ട്. അമേരിക്കയുടെ ഈ കടൽ കൊള്ളയ്ക്ക് തിരിച്ചടി നൽകാൻ ഇറാൻ സേന സജ്ജമായി കഴിയുകയും ചെയ്തിട്ടുണ്ട്. കപ്പലിൽ ജീവനക്കാരും കുടുംബാംഗങ്ങളും ഉള്ളതുകൊണ്ടാണ് ഉടനടി തിരിച്ചടി നൽകാതിരിക്കുന്നതെന്ന് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു തിരിച്ചടി ഏത് നിമിഷവും പ്രതീക്ഷിക്കുകയും വേണം. ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ വേണ്ടി അവിടെ ഇറാൻ സ്ഥാപിച്ചിരുന്ന മൈനുകൾ നീക്കം ചെയ്യാൻ അമേരിക്കയുടെ പടക്കപ്പലിൽ നീങ്ങുമെന്ന് ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വന്ന കപ്പലുകളെ അതേ വേഗത്തിൽ തിരിച്ചയച്ചു എന്ന് പറഞ്ഞ് ഇറാൻ അമേരിക്കയുടെ ഗീർമാണത്തിന് മുനയൊടിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടുകൂടി ലോകത്തിന് മുന്നിൽ അമേരിക്ക വീണ്ടും അതിഭയാനകമായ വിധത്തിൽ നാണം കെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഹോർമുസ് കടലിടുക്കിന് ട്രംപ് കടലിടുക്കെന്ന് പേരിടുമെന്ന് വരെ വേമ്പ് പറഞ്ഞവർക്ക് ഇപ്പോൾ മിണ്ടാട്ടമില്ലാത്ത അവസ്ഥ കൂടിയാണ് ഉണ്ടാകുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് തന്റെ ഭീഷണികൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുമെന്നും ഉപരോധം കർശനമാക്കുമെന്നുമാണ് ട്രംപിന്റെ പുതിയ മുന്നറിയിപ്പ്. അമേരിക്ക വലിയ വിജയത്തിലേക്ക് നീങ്ങുകയാണെന്നും കരാറിലേർപ്പെടാൻ തന്റെ മേൽ യാതൊരുവിധ സമ്മർദ്ദവും ഇല്ല എന്നും അദ്ദേഹം അവകാശപ്പെടുമ്പോഴും യാഥാർത്ഥ്യം മറ്റൊന്നാണ്. സമാധാനം ഉറപ്പാക്കാനുള്ള രണ്ടാം ഘട്ട ചർച്ചകൾ പാളുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ചർച്ചകൾക്കായി ഇസ്ലാമാബാദിൽ എത്തിയെങ്കിലും ഇറാന്റെ ഭാഗത്തുനിന്ന് പ്രതിനിധികൾ ആരും എത്തിയിട്ടുമില്ല. ഇറാൻ ഇതിനെ ഒരു സമാധാന ചർച്ചയായിട്ട് പോലും കണക്കാക്കുന്നുമില്ല. ഏപ്രിൽ 22-ന് രണ്ടാഴ്ചത്തെ വെടിനിർത്തൽ അവസാനിക്കാനിരിക്കെ മേഖല വീണ്ടും കലാപ കലുഷിതമാവുകയാണ്. അമേരിക്കയോട് ഇത്രയേറെ ഇറാൻ ഇടഞ്ഞു നിൽക്കാൻ കാരണമെന്ന് പറയുന്നത് മുമ്പ് പലതവണ ചർച്ചാ മേശകളിൽ അമേരിക്ക കാട്ടിയ വഞ്ചനകൾ തന്നെയാണ്. വീണ്ടും വീണ്ടും ചതിയിൽപ്പെടുന്നതിനേക്കാൾ നല്ലത് ചർച്ചയിൽ നിന്ന് പിൻവാങ്ങുന്നതാണെന്നാണ് ഇറാൻ നന്നായി അറിയുകയും ചെയ്യാം. മുൻപ് ആണവ കരാർ ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് അമേരിക്ക ഇറാനെതിരെ സംയുക്ത ആക്രമണം നടത്തിയത്. ആ ഒരു ചരിത്രം മുന്നിലുള്ളത് കൊണ്ട് തന്നെ ട്രംപിന്റെ വാക്കുകൾ വിശ്വസിക്കാൻ ഇറാൻ തയ്യാറുമല്ല. മേഖലയിലെ സമാധാനം കാത്തുസൂക്ഷിക്കാൻ പാകിസ്ഥാൻ വലിയ തോതിലുള്ള നയതന്ത്ര നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാക് പ്രധാനമന്ത്രിയും സൈനിക മേധാവിയും അസീം മുനീറും വിഷയത്തിൽ സജീവമായി ഇടപെടുന്നുമുണ്ട്. അസീം മുനീർ ട്രംപുമായി നേരിട്ട് സംസാരിക്കുകയും ഹോർമുസിലെ ഉപരോധം നീക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ധരിപ്പിക്കുകയും ചെയ്തിട്ടുമുണ്ട്. ഇല്ലെങ്കിൽ കാര്യങ്ങൾ വളരെ വഷളാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ ചർച്ചയ്ക്ക് എത്രയും വേഗം ഒരു തീരുമാനം ഉണ്ടാകണമെന്ന് കരുതിയാണ് പാകിസ്ഥാൻ ഇത്രയേറെ താല്പര്യം കാണിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും തമ്മിൽ നടത്തിയ ചർച്ചയിലും ഹോർമുസ് തുറക്കണമെന്നും യുദ്ധം അവസാനിപ്പിക്കണമെന്നുള്ള ആവശ്യം ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നാണ് ചൈനയുടെയും പക്ഷം. എന്നാൽ ഇതിനിടയിലും ഇറാൻ നേതൃത്വത്തിൽ ഭിന്നതയുണ്ടെന്ന വാർത്തകൾ പ്രചരിപ്പിച്ച് ഇറാനെ തകർക്കാൻ അമേരിക്ക ശ്രമിക്കുന്നുമുണ്ട്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുടെ നിശബ്ദത ഇതിന് വലിയ തെളിവായി ചില മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ടെങ്കിലും സത്യത്തിൽ അവർ കൂടുതൽ ശക്തമായി ആലോചിക്കുക കൂടിയാണ്. ഇറാന്റെ സൈനിക കരുത്തുന്നത് വെറും മിസൈലുകളുടെ എണ്ണങ്ങളല്ല, മറിച്ച് യുദ്ധത്തിനിടയിലും എത്ര വേഗത്തിൽ തകർത്തവ പുനർനിർമ്മിക്കാമെന്നുള്ള അവരുടെ കഴിവ് കൂടിയാണ്. വെടിനിർത്തൽ കാലയളവിൽ തന്നെ തങ്ങളുടെ മിസൈൽ ഡ്രോൺ വിക്ഷേപണ പ്ലാറ്റ്ഫോമുകൾ യുദ്ധത്തിന് മുമ്പേതിനേക്കാൾ വേഗത്തിൽ ഇറാൻ നവീകരിച്ചിട്ടുമുണ്ട്. IRGC എയർ സ്പേസ് കമാൻഡർ മേജർ ജനറൽ സയ്യിദ് മജീദ് മൗസവി വ്യക്തമാക്കിയതുപോലെ ഇതൊരു പുതിയ യുദ്ധതന്ത്രമാണ്. വർഷങ്ങളായുള്ള ഉപരോധങ്ങൾ ഇറാന്റെ ആഭ്യന്തര സാങ്കേതിക വിദ്യയെ അത്രമേൽ വളർത്തിയിരിക്കുകയും ചെയ്തിട്ടുണ്ട്. പുറത്തുനിന്നുള്ള വിതരണ ശൃംഖലയെ ആശ്രയിക്കാതെ തന്നെ ദീർഘകാലം യുദ്ധം ചെയ്യാനുള്ള ശേഷി ഇറാൻ കൈവരിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആദ്യ പ്രഹരത്തെ അതിജീവിച്ച് 100-ാം ദിവസം കരുത്തോടെ നിലനിൽക്കുക എന്നുള്ളതാണ് ഇറാന്റെ പുതിയ യുദ്ധനയമെന്നത്. റഷ്യയും ചൈനയും ഇറാനെ സഹായിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരുമ്പോൾ ഇതൊരു ലോകമഹായുദ്ധത്തിന്റെ സ്വഭാവത്തിലേക്ക് മാറുക കൂടിയാണ്. ചൈനീസ് കപ്പലുകൾ ഇറാൻ തീരത്തേക്ക് വരുന്നു എന്നുള്ള വാർത്തകൾ അമേരിക്കയെ കുറച്ചൊന്നുമല്ല ഭയപ്പെടുത്തുന്നത്. അമേരിക്ക പലപ്പോഴും ചർച്ചകളെ ചതിക്കാനുള്ള ആയുധമാക്കാറുണ്ട്. ആയത്തുള്ള അലി ഖാംനിയെ കൊലപ്പെടുത്തിയതും ആണവ ചർച്ചകൾക്കിടയിലുള്ള
ആക്രമണങ്ങളും ഇറാൻ മറന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു ചതിയിൽപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നുമില്ല. ട്രംപ് മിനിറ്റിന് പ്രസ്താവനകൾ മാറ്റുമ്പോൾ ഇറാൻ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുന്നു. പശ്ചിമേഷ്യയിൽ ജനങ്ങളെ കൊന്നൊടുക്കാൻ ഇറാൻ ശ്രമിക്കുന്നില്ല. പകരം അമേരിക്കയുടെയും ഇസ്രായേലിനെയും സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കാനാണ് അവർ താല്പര്യപ്പെടുന്നത്. ഇറാന്റെ ഈ ചങ്കുറ്റം വെറും വാക്കുകളിലല്ല ഒതുക്കേണ്ടത്, മറിച്ച് അവരുടെ ഓരോ നീക്കങ്ങളിലും പ്രകടമാവുകയും ചെയ്യുന്നു. മറ്റേതെങ്കിലും രാജ്യമായിരുന്നു ഇറാന്റെ സ്ഥാനത്തെങ്കിൽ ഇതിനോടകം തന്നെ അമേരിക്കയുടെ അടിയാളന്മാരായി മാറുകയും ചെയ്തേനെ. എന്നാൽ ആ രാജ്യത്തിൻ്റെ ആത്മാഭിമാനവും പരമാധികാരവും സംരക്ഷിക്കപ്പെടണമെന്ന വാശി ഓരോ ഇറാൻ പൗരനുമുണ്ട്. അതുകൊണ്ടാണ് ട്രംപിന് ഇറാനെ തൊടാൻ പോലും ഭയക്കുന്നത്. വെടിനിർത്തൽ അവസാനിക്കാൻ ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ലോകം മൊത്തത്തിൽ സാമ്പത്തിക മാന്ദ്യത്തെയും എണ്ണവില വർധനവിനെയും ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഗൾഫിലെ ഏതെങ്കിലും ഒരു ഓയിൽ പ്ലാന്റ് ആക്രമിക്കപ്പെട്ടാൽ അത് ലോകത്തിന്റെ ഊർജ്ജ സുരക്ഷയെ പാടെ ബാധിക്കും. എണ്ണവില കുതിച്ചുയരുന്നത് വലിയ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് കാരണമാവുകയും ചെയ്യും. മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ, ആമസോൺ തുടങ്ങിയ ആഗോള കമ്പനികളെ പോലും ടാർഗറ്റ് ചെയ്യുന്ന വിധത്തിൽ ഇന്റർനെറ്റ് സിംഗിളെ തകർക്കാനും ഇറാന് ശേഷിയുണ്ട്. ഹോർമുസ് മാത്രമല്ല, ചെങ്കടലിലെ ബാബൽ മന്ദബ് കടലിടുക്കും സൂയസ് കനാലും ബ്ലോക്ക് ചെയ്യാൻ ഹൂത്തികളും കൂടി ഇറങ്ങി തിരിച്ചാൽ ലോകത്തിലെ കപ്പൽ ഗതാഗതം തന്നെ താറുമാറാകുകയും ചെയ്യും. പല വ്യവസായ സംരംഭങ്ങളും അപ്പാടെ തകരുകയും ചെയ്യും. അമേരിക്കയുടെ വാശിയും ഇറാന്റെ നിശ്ചയദാർഢ്യവും പശ്ചിമേഷ്യയെ ഒരു മഹായുദ്ധത്തിലേക്ക് തള്ളിവിടുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും ഉറ്റുനോക്കുന്നത്. ഈ ചതിയിൽ പ്രതികാരം വിട്ടുമെന്ന കറുത്ത മുന്നറിയിപ്പായി ഇറാൻ നിൽക്കുമ്പോൾ ലോകം സമാധാനത്തിനായി പ്രാർത്ഥിക്കുകയാണ്. അമേരിക്കയുടെ ഗീർവാണങ്ങൾക്ക് മുന്നിൽ ഇറാൻ മുട്ടുമടക്കില്ല എന്ന കാര്യം ഉറപ്പ് തന്നെയാണ്. ഇനി വരുന്ന മണിക്കൂറുകൾ പശ്ചിമേഷ്യയുടെ മാത്രമല്ല ലോകത്തിന്റെ തന്നെ വിധി നിർണ്ണയിക്കും. ചർച്ചകൾ പരാജയപ്പെടുമ്പോൾ യുദ്ധത്തിന്റെ കറുത്ത മേഘങ്ങൾ ആകാശത്ത് ഇരുണ്ടുകൂടുകയാണ്. അമേരിക്കയ്ക്ക് തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമത്തിൽ പിഴച്ചുവെന്ന് വരാം. ഇറാന്റെ ആത്മാഭിമാനത്തിന് മുന്നിൽ അവരുടെ കണക്കുകൂട്ടുകൾ തെറ്റിയെന്നുമാണ് ഇസ്ലാമാബാദിലെ പരാജയപ്പെട്ട ചർച്ചകൾ തന്നെ സൂചിപ്പിക്കുന്നത്. വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യയിൽ കത്തുന്ന തീ ആളിപ്പടരുമെന്ന കാര്യം ഉറപ്പ് തന്നെയാണ്. ഇറാനെ ചുരുട്ടിക്കൂട്ടി പോക്കറ്റിലാക്കാമെന്ന് കരുതിയ അമേരിക്കയ്ക്ക് ഇത് ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഉണ്ടാകുന്നത്. ലോക ചരിത്രത്തിൽ തന്നെ അമേരിക്കയ്ക്ക് ഇത്രയും വലിയ ഇച്ഛാഭംഗം നേരിട്ട മറ്റൊരു യുദ്ധം ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല. ഇറാൻ പരാജയപ്പെടാതെ നിൽക്കുന്നത് അവരുടെ ഓരോ സൈനികന്റെയും ഉള്ളിലെ കത്തുന്ന പോരാട്ട വീര്യം കൊണ്ടാണ്. ഈ യുദ്ധത്തിന്റെ ഭാവി ഇനി ഇറാൻ തീരുമാനിക്കും. അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ പശ്ചിമേഷ്യയിൽ ഇനി ഒരു സമാധാനവും ഉണ്ടാവില്ല. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ലെന്ന നിലയിലുള്ള അതിഭയാനകമായ തിരിച്ചടികൾക്ക് ഇറാൻ സജ്ജമായിരിക്കുകയാണ്. ലോകം വലിയൊരു ദുരന്തത്തിലേക്ക് നീങ്ങുന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ട്രംപിൻ്റെ ചതിക്ക് ഇറാൻ നൽകാൻ പോകുന്ന മറുപടി എന്തായിരിക്കുമെന്ന് വരും മണിക്കൂറുകളിൽ നമുക്ക് കാണാനും കഴിയും. പശ്ചിമേഷ്യ വലിയൊരു അഗ്നിപർവ്വതത്തിന് മുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് ഏത് നിമിഷവും പൊട്ടിത്തെറിച്ചേക്കാം. പൊട്ടിത്തെറിക്കാൻ ഏത് ശതമാനവും അല്ലെങ്കിൽ ഏത് നിമിഷവും കാത്തിരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇവിടെ അമേരിക്ക നൽകുന്ന ചതി അത് ഇറാനെ എത്രത്തോളം ദേഷ്യത്തിലാക്കുമെന്ന് കൂടി കണ്ടറിയേണ്ടിയിരിക്കുന്നു.